12 വർഷത്തിലൊരിക്കൽ മിന്നലാൽ തകർന്ന് വീണ്ടും പഴയ രൂപത്തിലാകുന്ന ശിവലിംഗത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിമാചൽ പ്രദേശിൽ കുളുവിൽ സ്ഥിതി ചെയ്യുന്ന ബിജ്ലി മഹാദേവ ക്ഷേത്രം. ഏകദേശം 2460 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനു മേൽ മിന്നൽ പിണരുകൾ ഏൽക്കുന്നു. ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുൻപ് കുളന്ത എന്നൊരു രാക്ഷസൻ കുളു താഴ്വരയിൽ ജീവിച്ചിരുന്നു. അവൻ ഒരു വലിയ പാമ്പിന്റെ രൂപം സ്വീകരിച്ച് ദുഷ്ടലക്ഷ്യത്താൽ മാതൻ എന്ന ഗ്രാമം മുഴുവൻ വെള്ളപ്പൊക്കത്തിലാഴ്ത്താൻ ആഗ്രഹിച്ചു. അതിനാൽ അവൻ ബിയാസ് നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നദിയുടെ കുറുകെ നിലയുറപ്പിച്ചു. ഇതറിഞ്ഞ ശിവഭഗവാൻ അസുരനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഇരുവരും തമ്മിലുള്ള കഠിനമായ യുദ്ധത്തിനു ശേഷം ശിവഭഗവാൻ അസുരനെ വധിച്ചു. അവന്റെ ശരീരം ഒരു വലിയ മഞ്ഞു പർവ്വതമായി മാറി. കുളന്തയുടെ മരണശേഷം അവിടം കുളു താഴ്വര എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അസുരൻ വീണ്ടും ജനിക്കുന്നത് തടുക്കുന്നതിനും പ്രദേശവാസികളുടെ സംരക്ഷയ്ക്കുമായി പർവ്വതത്തിനു മുകളിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ഓരോ 12 വർഷത്തിലൊരിക്കൽ അതിന്മേൽ മിന്നൽ പതിപ്പിക്കാൻ ഇന്ദ്രദേവനോട് ശിവഭഗവാൻ നിർദ്ദേശം നൽകി. ശിവഭഗവാൻ കരുണയോടെ തന്റെ ഭക്തരെ കാക്കാൻ മിന്നൽ പ്രഹരങ്ങളുടെ ആഘാതം തന്നിലേക്ക് സ്വയമേൽക്കുന്നു. മിന്നലേറ്റ് ശിവലിംഗം കഷ്ണങ്ങളായി ഉടയുന്നു. പൂജാരികൾ ആ കഷ്ണങ്ങൾ ശേഖരിച്ച് ധാന്യങ്ങൾ, പരിപ്പ് മാവ്, ഉപ്പ് ചേർക്കാത്ത വെണ്ണ എന്നിവ യോജിപ്പിച്ച മിശ്രിതം ശിവലിംഗത്തിനു മേൽ പുരട്ടുന്നു. കുറച്ചു കാലത്തിനു ശേഷം ആ ശിവലിംഗം മുൻപത്തെ പോലെ ഉറച്ച രൂപം പ്രാപിക്കുന്നു.